ആ 100 ആയിസ ഗീതുമോളുടെ കാര്യം പറഞ്ഞ് ദേ നാവിടുത്തേ ഉള്ളൂ. എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന്? ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗീതുമോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ. ചേട്ടാ പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിട്ടാ. ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ രണ്ടു കൂട്ടരും പറഞ്ഞു. മാടശ്ശേരിന്നും പാലത്തറയെന്നും പ്രത്യേകം പറഞ്ഞയച്ചതാ. ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്തിനാ? അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഈ പിള്ളച്ചേട്ടൻ നോക്കിക്കോളാം. പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തുമെന്ന് പറഞ്ഞിരിക്കല്ലേ. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ. തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞൂടെ? അവിടെ പോലീസുകാരുടെ ഒരു ബഹള. പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തോക്കും നാടൻ ബോംബും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടി പറയാ, മോള് വരണം, വന്നേ പറ്റൂ. ചേട്ടൻ എന്തൊരു സ്മാർട്ടാ. ഒരു മീശ വെച്ചൂടെ? മീശ വെക്കാനിട്ടല്ല, വരാനിട്ടാ. ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ എന്തേ? ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന. എന്തേ സ്വകാര്യം പറച്ചിൽ ഇനിയും തീർന്നില്ലേ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. കുഞ്ഞുഷ്ണ, നിന്നെ അധികം നേരം ഇവിടെ നിർത്തണില്ല. നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ടൻ നേരെ നാട്ടിലേക്കല്ലേ? അല്ല, ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല, സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു. ഇയാൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ. പോടാ പട്ടി. ആ ചെവി ഒന്ന് തരൂ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോടോ പിള്ളച്ചേട്ടാ. ദേ, ഇത്തവണ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട്. കഥാപ്രസംഗം. അപ്പുറത്ത് 2 വായി നോക്കിയാളില്ലേ? ഗാനഭൂഷണം, കൊച്ചിൻ ബ്രദേഴ്സ് അവരുടെയാ? ഏയ് അതൊന്നും വേണ്ട. വേണം ഗീതു, അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല. ആ പാവങ്ങൾക്ക് ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയാ. ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ് വലപ്പുറം കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾ വീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി. എടാ, തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിശന്നിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇതാരാ കോഴിക്കടകൻ? പൊരിച്ച കോഴിലാട്ടാ ചെറ്റ പൂഴിക്കട കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ. ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലയെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട് തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി. പോയി വെട്ടടോ. വെട്ടടാ, വെട്ട്. ബുക്ക് ചെയ്തല്ലോ. 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഒന്നാം കട്ട. പിന്നെ താൻ എന്തോന്നല്ലത്താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാനൊരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല, ശരിക്കും. ആരെ കത്തിക്കും? തന്നെ. വേറെ ആരെയും കത്തിച്ചാ പെട്ടെന്ന് കത്തില്ല. ഭഗവതി. സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കുച്ചമ്പി, എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറെ ഒന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ,
താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു. ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് കോത്താഴത്ത് വേണേലും പറയട്ടെ, ഇത് വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഉണ്ടാവാൻ പോണേ. ഓ എന്റെ അമ്മോ. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ. എന്റെ പാതി കാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി? ഡ്രസ് അഴിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനി ഇതാ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോടാ. ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റൂ. മതി മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ കിളികളെ വായിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്. തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ. ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? അതെ. ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കൂ സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അയ്യേ, എടാ ഇഷ്ടം പുറത്തുനിന്ന്. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്. 96 എൻഡ് വരെ ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ബുക്കിംഗ് ആയി പോയി. സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചൂടെ? അതെ. അയ്യോ, ഇത് അസുഖമല്ല. ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കി. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് നിങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസമെങ്കിലും ഒഴിവുണ്ടാവും. ഇടയ്ക്കകത്തോണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഹോസ്റ്റലില്ല? ഹോസ്റ്റലില്ല. അല്ലല്ല, ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട്ട് പറയാത്ര വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ. എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലാ, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ. തീർച്ചയായിട്ടും വരും. വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഈ അഡ്വാൻസ് ഒന്നും കൊണ്ടുവന്നില്ലേ? അഡ്വാൻസോ? ആ. അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല. അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി. ശരി, അപ്പൊ വരട്ടെ. ശരി. ഓ, താങ്ക് യു. അഡ്വാൻസ് കൊണ്ടുവരാ വന്നിരിക്കുന്നവരും കിട്ടി. ഇത്രയും പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. അതെന്ത്? അതിന് കാരണമുണ്ട്. എന്ത് കാര്യം? ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന്? ആരാ ഗീതു നിനക്കറിയാമോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. എന്ത് ഇതെന്റെ അച്ഛൻ? പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം? കൊച്ചു തമ്പി, നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് പടിഞ്ഞാറൻ കാറ്റ് കൊള്ളണ്ട. അവള് പാലത്തറയിലേക്കാ വരാൻ പോണത്. നീ വീട്ടിലേക്ക് പോടാ. പോടാ പാലുണ്ണി. അവള് മാടശ്ശേരിയിലേക്കാ വരാൻ പോണത്. അവളെ നോക്കിയാ നിക്കണെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ. പാലുണ്ണി വളിച്ചാ മോരുണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? ചിരിക്കട്ടെ. മതി. എടാ കൊച്ചു തമ്പി, എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയ. നിന്റെ ബാലിൽ ഞാൻ നൂല് ചുറ്റി കല്ലെടുപ്പിക്കൂടാ. അതാണ് എന്റെ നാട്. ആ നിൽക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ, പാലത്തറ. മറ്റേത് അച്ഛന്റെ വീട്ടുകാരും, മാടശ്ശേരി. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹായ്, അപ്പൊ നല്ല പുകിലാണല്ലോ. അവള് വരുന്നുണ്ട് ചേട്ടാ. പതുക്കെ വന്നാ മതി. ആദ്യം ഞാൻ ഇറങ്ങും. യാത്രയൊക്കെ സുഖമായിരുന്നോ? മോളെ, മാടശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതവക്ക് ഓർമ്മ ഉണ്ടാവില്ലടാ. മോളെ, പാലത്തറയിലേക്കുള്ള വഴി നീ പറഞ്ഞിട്ടില്ലല്ലോ. അത് മതി. മറന്നു. ആ വഴി ഞാൻ മറന്നു.
പിന്നെ നീ എങ്ങോട്ടാടി വന്നത്? മാളികപ്പുര എന്നൊന്നുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല. അങ്ങോട്ടേക്ക്. ഞങ്ങളത് സമ്മതിക്കില്ല. പാലത്തറയില് നിന്നെ എല്ലാരും കാത്തിരിക്കുക. വാ മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. പോടാ എറാം മൂളി. അങ്ങനെ അവള് വരികയാണെങ്കിൽ മാടശ്ശേരിയിലേക്കായിരിക്കും വരിക. ഇത് പഠിച്ചു പറ്റി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് തിന്നാം. ആപ്പിളൊന്നും കിട്ടിയില്ലേ? ഉണ്ട്, ഇതിനകത്തോട്ടുണ്ട്. നിങ്ങൾ രണ്ട് തടിമിടുക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? അത് കണ്ടില്ലേ, എന്ത്? ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല. ആരാവര്? അവരേതോ നാടകക്കാരാന്നാ തോന്നുന്നു. നാടകക്കാർക്ക് അത്ര ധൈര്യോ? കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് തോന്നുന്നു. ശരിയാ, വാളും പരിചയം കണ്ടില്ലേ? ഏത് ട്രൂപ്പ് ഇത്? പാലത്തറാന്ന് മാടശ്ശേരി എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇത് മാറ്റ ട്രൂപ്പാ. എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. ചോദിക്കാം. ആരാടാ ഈ പാലത്തറ? ആരാടാ ഈ മാടശ്ശേരി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ചത്? അവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഇതു മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. നടന്നോ? എല്ലാരും നടന്നോ? എന്റെ ദൈവമേ, കുഴപ്പമായി എന്നാ തോന്നുന്നേ. ദേ പറഞ്ഞ പോലെ കൂട്ടുകാരികളെല്ലാവരും വന്നിട്ടുണ്ട്. അടിച്ച് നിന്റെ ചെവിക്കുറ്റികളെ ഞാൻ. ആ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ പിരികേറ്റാതെ അവന്മാര് ചാടില്ലെന്ന് എനിക്കറിയാം. അനിതേ, നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്. ഛേ, ഇതൊക്കെ ഒരു തമാശയല്ലേ എന്റെ ഗീതു? തമാശ? നിനക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. എടി, അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത്? അല്ല, ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? ആ, തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങി. ആ, ഇറങ്ങല്ലേ. കൂടുതൽ എന്താ പാമ്പാ? തബല. തവളയാ? തവളയല്ല, തബല. ഇതൊന്ന് പിടിച്ചേ. അതൊക്കെ അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ, വാ. ആരടാ ഇയാള്? ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല. പിന്നീട് പാസ്സായി. വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. താങ്ക് യു. നിക്ക് ആദ്യം ലേഡീസ് പോട്ടെ. ലേഡീസ് പോട്ടെ, അതിന് ശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ആ, ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറല്ലേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണോ ഫുഡ്? ആ, ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? ആ, തരക്കേടില്ല. എ സി ഒന്നും ഇല്ലല്ലേ? എ സി നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ എ സി കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സലിന് സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. നാല് നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും. റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതികനുമല്ല, കലാകാരനല്ല, പിന്നെ നിങ്ങൾ ആരാ? പിച്ചക്കാരൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ. എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യും? വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച് ചെയ്യും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ അടിച്ചെന്നിട്ട് ചെവിക്കുറ്റിയാൻ കളയും ഞാൻ. ആ, മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവരെ. നാണക്കേടായി പോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിച്ചിട്ട് അവന്മാര് പുല്ല് പോലെ അങ്ങ് പോയില്ലേ? നമ്മുടെ നേരെ ചൂണ്ടിയ കൈവെട്ടാൻ ഞാൻ ഓങ്ങിയതാ. ചേട്ടനൊരാള് കാരണമാ. എടാ ശ്രീധരൻ ഉണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. എടാ മരക്കഴുതേ, ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവരാരാണെന്ന് അറിയണം.
എന്നിട്ട് കൈയല്ല തല വേണേലും വെട്ടാം. ഏത് കുഞ്ഞന്മാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തോ കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് മാടശ്ശേരിക്കാരെ പോരിന് വിളിച്ചാൽ ആരെങ്കിലും ധൈര്യപ്പെടുവോ? അവന്മാരാരാണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം. അല്ല, ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അതുകൊള്ളാം, ബെസ്റ്റ് ഐഡിയ. എടോ, ആ തെണ്ടികൾ രണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ഗീതുവുമായി അവർക്കുള്ള ബന്ധം എന്താണെന്നും അറിയണം. അതറിഞ്ഞിട്ടേ തനിക്ക് ഇവിടുന്ന് ജലപാനം പോലെ ഉള്ളൂ. മനസ്സിലായോ? കോടവയറ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അനിത ഇതൊക്കെ ഒപ്പിച്ചത്. പിള്ളച്ചേട്ട അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ പറഞ്ഞേക്ക്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാൽ പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചെക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി, നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നെന്നുള്ളത് നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതോ കല്യാണവും കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രേമാണ് ഇപ്പൊ കുടുംബിനെ കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കിക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ? കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണ എന്തൊക്കെയാ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ. എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചി പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടമായിട്ടോ. നീ ഇത് എവിടെ പോയിരിക്കുന്നു? നോക്കി, ആ ഗാനഭൂഷണങ്ങൾ കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെ ഒന്നല്ല, നല്ല ശ്രുതിയാ. മണ്ണും കട്ട. അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ? എന്ന് വെച്ചാ എന്തുവാടി? ഹസ്ബൻഡ്. ആരോടും പറയരുത്.